എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാവുന്ന തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ്. ഈ ഒരു ചട്നിയിൽ ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചട്നിക്ക്. ആദ്യം തന്നെ ചട്നി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചട്നിക്ക് ഉലുവ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ 2 വലിയ വെളുത്തുള്ളിയും 3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിയൊക്കെ അനുസരിച്ചിട്ട് മുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഒരു 3-4 സെക്കൻഡ് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക, ഉലുവ ഒന്നും കരിഞ്ഞു പോകാതെ. അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാള കുറച്ച് വലുതായിട്ട് തന്നെയാണ് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി വഴറ്റിയെടുക്കാൻ വേണ്ടി പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉള്ളി നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആകുന്നിട വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴായിരിക്കും ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഇനി ഒരു അടപ്പ് വെച്ച് അടച്ചിട്ട് 2 മുതൽ 3 മിനിറ്റ് വരെ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഈ പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ തക്കാളി നന്നായിട്ടൊന്ന് തണുത്ത് വരണം. അതിനുശേഷം വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ. ഇപ്പോൾ തക്കാളിയൊക്കെ വഴറ്റിയെടുത്ത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അതിന് മുമ്പേ ഇതിൻ്റെ അകത്തിലേക്ക് ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ തിരുമിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുമ്പോൾ ഈ ഒരു തക്കാളി ചട്നിക്ക് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ തേങ്ങയ്ക്ക് പകരം ഇത് വഴറ്റുമ്പോൾ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ചേർക്കാതെ തേങ്ങ ചേർത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അരച്ചെടുത്ത ചട്നി ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തിലേക്ക് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നോക്കിയതിന് ശേഷം ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തിലേക്ക് കടുക് താളിക്കണം. അതിനായിട്ട് ഒരു ചെറിയ പാൻ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തതിന് ശേഷം ഉഴുന്നൊക്കെ നന്നായിട്ടൊന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വറുത്തെടുക്കണം. അപ്പോഴായിരിക്കും നമ്മൾ ചട്നിയിലൊക്കെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത്. ഉഴുന്നൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിൻ്റെ അകത്തിലേക്ക് ഒരല്പം കായപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം എളുപ്പം തന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തിലേക്ക് ചുവന്നുള്ളിയൊക്കെ വേണമെങ്കിൽ അരിഞ്ഞ് ചേർത്തിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ചുവന്നുള്ളി ചേർക്കാതാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു തേങ്ങയും കൂടെ ചേർത്ത് ഈ ഒരു തക്കാളി ചട്നി തയ്യാറാക്കി നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും പണിയാരത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ചട്നീസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.